1.5 കോടി രൂപ ഫൈനാണ് ദുബായിൽ റീസെന്റ് 3 കമ്പനികൾക്ക് വന്നിരിക്കുന്നത്. ദുബായിൽ ഗവൺമെന്റ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ലോസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ദുബായിൽ ഏതൊരു പ്രൊജക്റ്റും ഒരു ഡെവലപ്പർ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് എന്ത് പ്രൊജക്റ്റും ആയിക്കോട്ടെ, ഓഫ് പ്ലാനിൽ അത് സെല്ല് ചെയ്യണമെങ്കിൽ, അത് മറ്റൊരാൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പർക്ക്, ആ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർക്ക് എസ്ക്രോ അക്കൗണ്ട് മസ്റ്റാണ്. എസ്ക്രോ അക്കൗണ്ട് ഇല്ലാതെ ഒരു ഡെവലപ്പർക്കും ദുബായിൽ ഒരു പ്രൊജക്റ്റും ലോഞ്ച് ചെയ്യാനും പറ്റില്ല, ആ പ്രൊജക്റ്റ് സെല്ല് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എസ്ക്രോ അക്കൗണ്ട് ഇല്ലാണ്ട് സെല്ല് ചെയ്യാൻ പാടില്ല. ഒരാളുടെയും പൈസ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്കും ഒരാളുടെ അക്കൗണ്ടിലേക്കും ഡയറക്റ്റ് വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. അതാണ് ആക്ച്വൽ ലോ. സോ അതുകൊണ്ട് തന്നെ ഈ എസ്ക്രോ അക്കൗണ്ട് ഇല്ലാതെ 3 ഡെവലപ്പേഴ്സ് പ്രൊജക്ട് ലോഞ്ച് ചെയ്ത് പൈസ ആൾക്കാരുടെ ബുക്കിംഗ് എമൗണ്ട് എടുത്തു. അതിനാണ് ഫൈൻ കിട്ടിയത്. ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് ആരായിക്കോട്ടെ, ഓഫ് പ്ലാൻ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ